ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നും ഞാൻ എണീക്കാൻ ലേറ്റ് ആയിപ്പോയി. പക്ഷേ എൻ്റെ ചൂടുവെള്ളം ഞാൻ ചൂടാക്കിയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ചൂടുവെള്ളം നോർമലി ഡെയിലി ചൂടാക്കുന്ന പോലെ തന്നെ ചൂടാക്കിയിട്ട് കുടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യണം. ഇന്ന് ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്നലെ ഞാൻ വേഗം 11 o'clock ഉറങ്ങാനാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫോണ്, പിന്നെ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് ഫോണിലും കളിച്ചു പോയി. പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതിനോട് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു 5:30. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി കിടന്ന് ഉറങ്ങാം, കുഴപ്പമില്ല. ഇന്ന് ഈവനിങ് ഫംഗ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഈവനിങ് നമുക്ക് വാക്കും എക്സസൈസും ചെയ്യാം. ഇന്ന് എന്തായാലും ഞാൻ 6000 steps ആണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത്. ബിക്കോസ് ഇന്നലെ ഞാൻ അത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്തിരിക്കണം 6000 steps പിന്നെ എൻ്റെ നോർമൽ എക്സസൈസ് ഇന്ന് ചെയ്യണം. സോ ഞാൻ ഇത് കുടിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ABC ജ്യൂസും റെഡിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 5 minutes കഴിഞ്ഞിട്ട് അതും കൂടി. Now it's ABC ജ്യൂസ് ടൈം. ഇന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അതിനോണ്ട് കുഴപ്പമില്ല, കുടിച്ചിട്ട്. സോ ഇന്ന് നമ്മൾ ഇതാ പുട്ടും ചെറുപയറും. എനിക്ക് പുട്ട്, കടലപ്പുട്ട്, ചെറുപയർ അങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ രാവിലെ തന്നെ പുട്ടിൻ്റെ ഒക്കെ ആക്കി വെച്ചതായിരുന്നു. ചെറുപയറും പുട്ടും എനിക്കിഷ്ടമാണ്. കുളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാ കാര്യൻ്റെ മോർണിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ലോഗിൻ ചെയ്ത് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് തരുന്നത്. പിന്നെ എനിക്ക് വിശക്കുന്ന നല്ലോണം. പെട്ടെന്ന് എന്തോ രാവിലെ കുറച്ച് ചെറിയൊരു പുട്ടാണ് കഴിച്ചത്. പുട്ടും ചെറുപയർ കൂടുതൽ കഴിച്ചു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വിചാരിക്കുന്നത് എന്താ ഉണ്ടാക്കിപ്പിക്കാം. ചെറുപയറുണ്ട്, പിന്നെ ഉപ്പേരി കുറേ തിന്നാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ചീരപ്പേരിയാണ് വിചാരിക്കുന്നത്. ചീരപ്പേരി പിന്നെ ചെറുപയറുണ്ട്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം രാവിലത്തെ ചെറുപയർ ഞാൻ ചോറ്, ചീരപ്പേരി, ചെറുപയർ, കൊണ്ടാട്ട മുളക്, പിന്നെ മിഥുന് ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പം അതായിരിക്കും ഇന്നത്തെ ലഞ്ച്. ഇന്നിപ്പോൾ ഒരു പാർസൽ വന്നിട്ടൊന്നുമില്ല. സോ ഇന്ന് ഭയങ്കര ചൂടാണ് ഇവിടെ. എന്താ അറിയില്ല, ഭയങ്കര ചൂടാണ്. ഇന്നെന്തായാലും ഞാനൊരു 6:30 എങ്കിലും വാക്കിനും എക്സസൈസിനും ഒക്കെ പോകാൻ നോക്കും. ആദ്യം വാക്കിന് പോയി തിരിച്ച് വന്നിട്ട് വേഗം എക്സസൈസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അങ്ങനെ ആയിരിക്കും. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഫ്രൈഡേ ആയാലും എനിക്ക് 3 ദിവസം ലീവ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. സാറ്റർഡേ സൺഡേ മൺഡേ 3 ദിവസം കണ്ടിന്യൂസ് ലീവാണ്. അപ്പോൾ കുറേ നേരം ഒന്ന് കിടന്ന് ഉറങ്ങാം. ചെറുപയർ മറ്റേ രാവിലെ ഉണ്ടാക്കിയ ചെറുപയർ കറി, ഇത് നമ്മൾ ചീര ഉപ്പേരി, അത് ചിക്കൻ, പിന്നെ ചോറ് മറ്റേൽ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച്. എനിക്ക് ഇറ്റ്സ് ഓൾറെഡി 2:30. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇനി പ്ലേറ്റിലെടുത്ത് വെച്ച് ഓരോന്ന് തിന്നാൻ പോവാം. പ്ലേറ്റ് റെഡി ആയിരിക്കുന്നു. ചെറുപയർ, ചോറ്, ചീര ഉപ്പേരി, കൊണ്ടാട്ടം മുളക്, ഫേവറേറ്റ്. ചെറുപയറല്ല, ഏത് ദാലാണെങ്കിലും എനിക്കിപ്പോൾ ചോറ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു സത്യം പറഞ്ഞിട്ട്. എന്താ അറിയില്ല ഗൈസ്, ഇന്ന് എനിക്ക് നല്ല ഉറക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇനി വർക്ക് കഴിഞ്ഞിട്ട് 4:30 ആയി. 5:36 കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയാൽ ഞാൻ രാത്രി ഉറങ്ങൂല. അതുകൊണ്ട് ഞാൻ കൺട്രോൾ ആക്കിയിട്ട് ഇരിക്കുക. ഞാൻ ഇനി എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പാട്ടോ TV വെക്കാൻ പോവുക. സോ ദാറ്റ് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. നല്ല ഉറക്കമുണ്ട്. കുറേ ചോറ് തിന്നിട്ടാണോ എനിക്കറിയില്ല. ചോറ് അത്രേ നോർമൽ 100 grams കഴിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താ അറിയില്ല, ഇന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഹായ് ഗായ്സ്, എനിക്ക് ഒന്നും കൂടി ഒരു പാഴ്സൽ കിട്ടി. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്ക് 5 ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന്. അത് 5-ൽ ഒന്നിങ്ങനെ വരും. അതും അന്ന് 3 വന്ന്, ഇന്നലെ 1 വന്ന്, പിന്നെ ഇന്ന് 1 വന്ന്. ഇപ്പം ഫുള്ളായി 5. ഞാൻ കാണിച്ചത് ഇത് കുറച്ച് ചെറിയ റേറ്റിൽ. ഇതൊക്കെ 200 something ഉള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഒരുമിച്ച്. ഫ്ലിപ്കാർട്ടിൻ്റെ ഏതൊക്കെ ഡ്രസ്സാണ് വാങ്ങിയത് കാണിച്ചിട്ട്. വേറൊരു ഷോർട്സിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിൽ തന്നെ ഇടാം. ഓൾമോസ്റ്റ് 5:40 ആയി. എൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ ലോഗ് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് വെറുതെ റിലാക്സ് ആക്കി വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് വാക്കിന് പോയി. ഇന്ന് ഞാൻ വേഗം വാക്കിന് പോയി തിരിച്ചു വന്ന് എക്സസൈസ് ചെയ്തു. സോ ഇതാ ഞാൻ മെല്ലെ വാക്കിന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. ലേറ്റും അല്ല, ഞാൻ തെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ. വി ഹാവ് 30 days. വിൽ ഇംപ്രൂവ് ഡേ ബൈ ഡേ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇറ്റ്സ് ഓക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:35 അറൗണ്ടിഷ് ആണ് ഞാൻ എന്താ പറയുക വാക്കിന് പോയത്. മെല്ലെ വാക്കിന് പോവായിരുന്നു. അവിടെ ആരുമില്ല റോഡിൽ.
ഞാൻ മാത്രം ഇങ്ങനെ ലൈക്ക് കുറേ പേരുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ നിന്ന് പോകുന്നത് മാത്രം, അല്ലാണ്ട് വാക്ക് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല കംഫർട്ടായിരുന്നു. ഞാൻ മെല്ലെ എൻ്റെ ടൈം എടുത്തിട്ട് ആരാംസെ വാക്ക് ചെയ്യായിരുന്നു. അത് അവിടെ കാണുന്നത് ഒരു സ്കൂളാണ്, നമ്മളെ ചെറിയ കുട്ടികളെ ഒരു പ്രൈമറി സ്കൂൾ. വീട്ടിലെത്തി ഇന്ന് ഡിസൈഡ് ചെയ്ത് നമ്മൾ 6K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. യെസ്. സോ വിതൗട്ട് ബ്രേക്കിംഗ് ദ ചെയിൻ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫ്ലോട്ടിംഗ് ആണ് ഫസ്റ്റ് ചെയ്തത്. ഇതുവർ പറഞ്ഞിട്ടുണ്ട് 14 days ചാലഞ്ച്, 14 days ബെല്ലി ഫാറ്റൊക്കെ കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 14 days എൻ്റെ 4 days ആയി. അപ്പോൾ ഇനി 10 days കൂടി. ഞാൻ ഇന്നേ വരെ ലൈഫിൽ 14 days കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ദിസ് ടൈം ഐ റിയലി വോണ്ട് ടു കംപ്ലീറ്റ് ദിസ്. സോ നിങ്ങൾക്ക് കാണാൻ എൻ്റെ മുഖത്തിന് പിമ്പിൾസ് എനിക്ക് ഭയങ്കര ബോദർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഞാൻ ഇനി മെല്ലെ മെല്ലെ നോക്കാം, നമുക്ക് ശരിയാവുമായിരിക്കും. സോ ഡിന്നറിന് ഞാൻ സാലഡാണ് വിചാരിച്ചത്. ഫസ്റ്റ് അത് നമ്മൾ കോൺ ബോയിൽ ചെയ്ത് പിന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെയ്ത്. ഇത് ഞാൻ റെസിപ്പി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അത് ഫുൾ എന്തായാലും ഒരു ഷോർട്സിൽ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോയിൽ എന്തായാലും ഇടുന്നതായിരിക്കും. ഈ വീഡിയോൻ്റെ താഴത്തെ തന്നെ ഡിസ്ക്രിപ്ഷനിലോ അറ്റാച്ച് ചെയ്തിട്ട് ലിങ്ക് എന്തായാലും ഇടുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ സാലഡ്. ഇത് ഡിന്നർ ഭയങ്കര ഹെൽത്തി ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു ശരിക്കും. ഇനി ഞാൻ ഡിന്നർ കഴിച്ചതിൻ്റെ കൊറിയൻ സീരീസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര ഇന്നും ടയേർഡാണ്, ബിക്കോസ് എക്സസൈസ് ചെയ്ത് വാക്കൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് എന്താ പറയുക സാധനങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാം. ബൈ, സീ യു ടുമോറോ.